ഹായ്, ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അതിനൊരു പാൻ എടുക്കുക, കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക, പട്ട ഏലക്ക ഇട്ട് കൊടുക്കുക, ഗ്രാമ്പൂ ഇടാം. ഞാനിപ്പോൾ ഇത് രണ്ട് മാത്രമേ ഇടുന്നുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സവാളയുടെ പകുതി അരിഞ്ഞതാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അരിയേ ഉള്ളൂ, അപ്പോൾ പകുതി സവാള മതിയാവും. പിന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് വെജിറ്റബിളും ഇടാം, പക്ഷെ ഞാനിപ്പോൾ ഇത് രണ്ട് മിക്സ് ചെയ്യുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അരിയുടെ കൂടെ കിടന്ന് വെന്തോളും. ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം. ഇത് കഴിഞ്ഞ് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കണം. നേരത്തെ ഞാൻ കുതിർക്കാനിട്ടിരുന്ന ഒരു 10 മിനിറ്റ് കുതിർക്കാനിട്ട് ഊറ്റി വെച്ചതാണ്. 10 മിനിറ്റ് കൂടുതൽ ഇരിക്കണ്ട. അത് അരി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളച്ചതിന് ശേഷം അരി ഇടാം. ഇങ്ങനെയാണ് ഇടാം. ഞാനിത് റോസ്റ്റ് ചെയ്താണ് ഇപ്പോൾ എടുക്കുന്നത്. അരി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട്, ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് അതിൻ്റെ പാകം. ഒന്ന് വരട്ടി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂട് വെള്ളമാണ് ഞാൻ അവിടെ ഒഴിക്കുന്നത്. വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഈ തിള വന്നു കഴിഞ്ഞാൽ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം വയ്ക്കേണ്ടത്. അതിനിടയിൽ ഞാൻ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ടായിരുന്നു. സ്വാദിഷ്ടമായ നെയ്ച്ചോറ് ഇവിടെ ട്രൈ ചെയ്തു.